ഒരു തെരഞ്ഞെടുപ്പ് കൂടി സമാഗതമായിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ 3 മുന്നണികളിലെയും സ്ഥാനാർത്ഥികളെ ജനസമക്ഷം പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം എന്നുള്ളത്. ആദ്യം പഞ്ചായത്താവുകയും പിന്നീട് കോർപ്പറേഷനിൽ ലയിക്കുകയും പിന്നീട് ഏതാനും ദിവസത്തേക്ക് മാത്രം മുനിസിപ്പാലിറ്റി ആവുകയും വീണ്ടും കോടതി ഉത്തരവിലൂടെ കോർപ്പറേഷൻ ആവുകയും ചെയ്ത അതിവിചിത്രമായ ഒരു ചരിത്രമാണ് കഴക്കൂട്ടത്തിന് പറയുവാനുള്ളത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെതിരെ പടപൊരുതിയ 8 വീടരിൽ പരമപ്രധാനിയായ കഴക്കൂട്ടത്ത് പിള്ളയുടെ നാടായ ഈ പ്രദേശം വീണ്ടും കേരളത്തിന്റെ സാമൂഹ്യ ഭൂപടത്തിൽ ശ്രദ്ധ നേടുന്നത് കേരള സർവകലാശാലയുടെ ഒരു ക്യാമ്പസ് കാര്യവട്ടത്ത് സ്ഥാപിക്കുന്നതിലൂടെയാണ്. കാര്യവട്ടം ക്യാമ്പസിൽ നിന്നും സ്ഥലമെടുത്ത് 1991 അന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് സ്ഥാപിച്ചതും ഈ മണ്ഡലത്തിൽ തന്നെയാണ്. ഇന്ന് ലോകോത്തര ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉൾപ്പെടെ ഈ IT നഗരത്തിന് പറയുവാൻ ഒരുപാട് പെരുമകളുണ്ടെങ്കിലും അവികസിതമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ പരാധീനതകളും ഏറെയാണ്. 3 മുന്നണികളും അരയും തലയും മുറുക്കി ഇറങ്ങിയതോടെ ഇത്തവണ തീപാറുന്ന മത്സരമാണ് കഴക്കൂട്ടത്ത് നടക്കുന്നത്. ഇടത് ജനാധിപത്യ മുന്നണിയുടെ പ്രശാന്തും ഐക്യജനാധിപത്യ മുന്നണിയുടെ മോഹൻകുമാറും BJPയുടെ ഡോക്ടർ APS നായരുമാണ് ഇവിടുത്തെ പ്രധാന സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴക്കൂട്ടം വാർഡിലെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ APS നായരാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. വാർഡിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. കഴക്കൂട്ടം 1-ാം വാർഡിലെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കഴിഞ്ഞ 5 വർഷ കാലഘട്ടം അവഗണിക്കപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ വികസന സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം അധികാരമൊന്നുമില്ലായിരുന്നെങ്കിൽ തന്നെ കഴക്കൂട്ടത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ച ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ കഴക്കൂട്ടം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഞാൻ പ്രസിഡൻ്റായിരുന്ന സംഘടനയുടെ ആ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഈ ദേശീയപാത നേരത്തെ ഒരു 2 വരി പാതയായിരുന്നു, ഇത് 4 വരി പാതയാക്കി മാറ്റുവാൻ അതിന് നേതൃത്വം നൽകിയത് ഫ്രാക്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ തന്നെയാണ് നേതൃത്വം നൽകിയിരുന്നത്. അതുപോലെ തന്നെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ ഒരു ശ്മശാനം പോലെ കിടന്ന റെയിൽവേ സ്റ്റേഷനെ 2013 റെയിൽവേ വികസന ആക്ഷൻ കൗൺസിലുമായി സഹകരിച്ചുകൊണ്ട് ഞാൻ നിലവിൽ അതിൻ്റെ വർക്കിംഗ് ചെയർമാനാണ്, ആ സമിതിയുടെ വർക്കിംഗ് ചെയർമാനാണ്. അതുമായി സഹകരിച്ചുകൊണ്ട് 2013 ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നടത്തിയ സമരപരിപാടികളും ഡൽഹിയിൽ വരെ പോയി ഏതാണ്ട് 10 ദിവസത്തോളം നിന്ന് അവിടെ MP മുതൽ മന്ത്രിമാർ വരെയുള്ള റെയിൽവേ ബോർഡ് ചെയർമാൻ അടക്കമുള്ള ആൾക്കാരെ അന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തുടർന്ന് നടപടികൾ സ്വീകരിച്ച് 2014 ജനുവരി മാസത്തിൽ 24-ാം തീയതി ഇവിടെ 7 ട്രെയിനുകൾ ഒറ്റ ദിവസം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് അതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് നടത്തിയ നടപടികളുടെ ഫലമായി ഇന്നിപ്പോൾ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ വളരെയേറെ മാറിയിരിക്കുന്നു. ഇപ്പോൾ 2 കോടി രൂപയുള്ള ഒരു വികസനം അവിടെ നടക്കുന്നുണ്ട്. വീണ്ടും അതിന് കുറേ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ബഹുമാന്യനായ നമ്മുടെ BJPയുടെ പ്രസിഡൻറ്റ് ഏതാണ്ട് ഒരു മാസം മുമ്പ് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുകയും അവിടെ വേണ്ട ആവശ്യങ്ങൾ, അവിടെ വേണ്ട വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ഇവിടുത്തെ പ്രവർത്തകരുമായിട്ട് നേതാക്കളുമായിട്ട് ചർച്ച ചെയ്ത് ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ബഹുമാന്യരായ നമ്മുടെ കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് അത് നടത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഉടൻ തന്നെ ഒരു 2.5 കോടി രൂപയുടെ പ്രവർത്തനം അവിടെ നടക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഈ കഴക്കൂട്ടത്തിൻ്റെ പ്രധാന പ്രശ്നം കുടിവെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും റോഡുമാണ്. വൈദ്യുതിയുടെ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ കഴക്കൂട്ടത്തെ സംബന്ധിച്ചോളം കഴക്കൂട്ടത്തുകാരുടെ ഒരു 75% പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടെക്നോ പാർക്കിനോടനുബന്ധിച്ച ഒരു പ്രദേശമാണ്. നേരം വൈകിക്കഴിഞ്ഞാൽ ടെക്നോ പാർക്കിൽ നിന്നുള്ള ചെറുപ്പക്കാരായ പെൺകുട്ടികളടക്കമുള്ളവർ അവർ ജോലി കഴിഞ്ഞ് അവരുടെ വീടുകളിലേക്ക് നടന്നു പോകുമ്പോൾ
വളരെ കഷ്ടപ്പെട്ടാണ് മൊബൈലിൻ്റെ ലൈറ്റൊക്കെ ഉപയോഗിച്ചാണ് അവർ നടന്ന് വീടുകളിലേക്ക് പോകുന്നത്. ഇവിടെ പിടിച്ചു പറയും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇവിടെ തെരുവ് വിളക്കുകൾ കത്തുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേതൃത്വം നൽകിയ നമ്മുടെ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ജൂലൈയിൽ അതിനെതിരെ തെരുവ് വിളക്ക് കത്തിക്കാനായി നമ്മൾ സമരം നടത്തിയിരുന്നു. അപ്പോൾ അവിടെ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ബോർഡിനെയും ഇലക്ട്രിസിറ്റി ബോർഡ് കോർപ്പറേഷനെയും പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ആ പ്രാഥമിക ആവശ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ സാധനങ്ങൾ വാങ്ങിച്ച് കൊടുത്താൽ മാത്രമേ അവർക്ക് ഇത് മാറ്റിയിടുവാനോ റിപ്പയർ ചെയ്യാനോ ഒക്കെ സാധിക്കത്തുള്ളൂ. അതിനുള്ള നടപടികൾ കോർപ്പറേഷൻ സ്വീകരിച്ചിട്ടില്ല. കോർപ്പറേഷൻ്റെ അനാസ്ഥ കാരണമാണ് ഇവിടെ MP ഏതാണ്ട് 2 വർഷത്തോളം മുമ്പ് ഒരു ഹൈമാസ് ലൈറ്റ് വെച്ചു. ആ ഹൈമാസ് ലൈറ്റ് ഇപ്പോൾ കത്തുന്നില്ല, മാസങ്ങളായിട്ട് അത് കത്തുന്നില്ല. അത് കത്തിക്കാനുള്ള ആത്മാർത്ഥത കോർപ്പറേഷനെ സംബന്ധിച്ചോളം അവർക്കില്ല. എങ്ങനെ ഈ കഴക്കൂട്ടത്ത് കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കാമെന്നുള്ളതാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ അധികാരികൾ കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഇവിടെ നമ്മുടെ ബഹുമാനിയായ ഒരു വനിതാ മെമ്പറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും 2 റോഡുണ്ട്. ഒന്ന് അപ്പുറത്ത് സർക്കിൾ ഓഫീസ് റോഡെന്ന് നമ്മൾ പറയും, ഒന്ന് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള റോഡും. ആ റോഡ് 2 വർഷത്തിനിപ്പുറം പണിത റോഡാണ്. ഇപ്പോഴത് കുളം പോലെ കിടക്കുക. 5 വർഷത്തിലധികമായി ഇത് ഉടൻ പണിയുമെന്ന് പറഞ്ഞ റോഡാണ് അപ്പുറത്ത് സർക്കിൾ ഓഫീസിൻ്റെ അവിടെ ഉള്ളത്. അത് കുളത്തേക്കാളും കഷ്ടത്തിൽ. അവിടെ ഈ മുട്ടറ്റം വെള്ളത്തിലാണ് ആൾക്കാർ മഴ പെയ്താൽ നടന്നു പോകുന്നത്. ഈ 2 ഇതുപോലെ നിരവധി റോഡുകൾ കഴക്കൂട്ടം പ്രദേശത്തെ സംബന്ധിച്ചോളം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകൾ നിരവധിയാണ്. ഈ കഴക്കൂട്ടം ഒരു സിറ്റി കോർപ്പറേഷനോട് ചേർത്തപ്പോൾ 5 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പഴയ പഞ്ചായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നടപടി ഇവിടെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ സംബന്ധിച്ചുള്ള TC നമ്പർ പോലും 5 വർഷത്തിന് ശേഷം കോർപ്പറേഷനിൽ ചേർക്കപ്പെട്ടതിന് ശേഷം 5 വർഷത്തിന് ശേഷം ഒരു TC നമ്പർ പോലും ലഭിക്കാത്ത വീടുകളാണ് ഈ കഴക്കൂട്ടം പ്രദേശത്തുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് മൊത്തത്തിലൊരു അവഗണന നേരിടുന്ന ഒരു പ്രദേശമാണിത്. റോഡുകളെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രധാന റോഡുകളുടെ കാര്യം, ഇടവഴികളിലെ റോഡുകളോട് കൂടി മനുഷ്യർക്ക് നടന്നു സാധിക്കാത്ത സാഹചര്യമാണ്. ഒരു കോർപ്പറേഷൻ ആകുമ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ചത് തീർച്ചയായും നമ്മുടെ വഴികൾ, പ്രധാന വഴികൾ, ഇടവഴികൾ, ചെറിയ വഴികൾ ഒക്കെ അതിൻ്റേതായ ഒരു മാറ്റം, ഒരു ടാർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ചിലയിടത്തൊക്കെ കോൺക്രീറ്റ് ഉണ്ടാവും. തിരുവനന്തപുരം സിറ്റി പ്രദേശത്ത് പോയി കണ്ടുവരുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത്തരം സ്വപ്നങ്ങളൊക്കെ ഈ പ്രദേശത്തെ ആൾക്കാർക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും നടക്കില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മറ്റൊരു പ്രശ്നം, ഞങ്ങൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ചില പ്രദേശങ്ങളിൽ ചില അമ്മമാർ വന്ന് പറയാറുണ്ട്, മോനെ എനിക്കൊരു 100 കട്ട വെച്ച് കെട്ടിയ ഒരു വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 100 കട്ട വെച്ച് കെട്ടിയ വീട്ടിൽ കിടന്ന ആഗ്രഹം പറയുന്ന ആ അമ്മയുടെ വീട്, അവരുടെ ആ വീടിൻ്റെ ചുറ്റും ഈ ഫ്ലക്സിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ഷീറ്റും ഒക്കെ ഇട്ടാണ് അവർ വീട് വെച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ നിരവധി കുടുംബങ്ങൾ, പാവപ്പെട്ടവരായ നിരവധി കുടുംബങ്ങൾ ഒരു 100 കട്ട വെച്ച് കെട്ടിയ വീടിനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യണം. ഈ സമീപ പ്രദേശത്തൂടെ ഒരു തെറ്റിയാർ തോട് ഒഴുകുന്നുണ്ട്. ഏതാണ്ട് ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറത്ത് തെറ്റിയാർ തോട്. ആ തെറ്റിയാർ തോട് വെട്ടറോഡ് മുതൽ കടന്നു പോകുന്ന ഈ പ്രദേശം മുഴുവൻ മാലിന്യം അവിടെ കൊണ്ട് വലിച്ചെറിയുക. തോട്ടിൽ വലിച്ചെറിഞ്ഞ മാലിന്യം കാരണം ആ തോട് ഇന്നിപ്പോൾ ഒരു മലിന തോടായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ കുടിവെള്ളത്തിന് നല്ല വെള്ളം കൊടുക്കുവാൻ, ഇവിടെ വെള്ളം ലഭ്യമാക്കുവാൻ ഒരു സോഴ്സായിട്ടുള്ള ആ തോട് മലിനജലം അത് നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ളം സംബന്ധിച്ച് നമ്മുടെ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ തോട് നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ ആ തോടിൻ്റെ സൈഡിൽ തന്നെ 9-10 മീറ്റർ വീതിയിലുള്ള റോഡ് തയ്യാറാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ബണ്ടിൽ 9-10 മീറ്റർ ബണ്ട് അത് തയ്യാറാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വെട്ടറോഡ് മുതൽ നമ്മുടെ കൊച്ചുപാലം എന്ന് പറയുന്ന നമ്മുടെ കാര്യവട്ടത്തിന് പുറത്തുള്ള കൊച്ചുപാലം, അവിടെ വരേക്കുള്ള ആ ബണ്ട് റോഡ് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ ദേശീയപാതയിലെ തിരക്ക് നമുക്കിവിടെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഞാനീ പറഞ്ഞ തെറ്റിയാർ തോടിൻ്റെ ഈ പ്രദേശം നമ്മുടെ കഴക്കൂട്ടം കൗൺസിൽ ബാഡി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കപ്പെടേണ്ട ഇതാണ്. പിന്നെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പേപ്പട്ടിയുമായി ബന്ധപ്പെട്ട, പട്ടിശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഏത് വഴി പോയി നോക്കിയാലും, ഏത് വഴി പോയാലും പട്ടി
അലഞ്ഞു തിരിയുന്ന പട്ടികൾ കാരണം ആൾക്കാർക്ക് നടക്കാൻ മാർഗ്ഗമില്ല. ഞാനൊരു വെറ്ററിനറി ഡോക്ടറാണ്. പ്രൊഫഷണലി ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളൊരു വെറ്ററിനറി ഡോക്ടറാണ്. എനിക്കൊരവസരം കിട്ടുകയാണെങ്കിൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് പേപ്പട്ടി ശല്യവുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും വെറ്ററിനറി സർജൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും അനിമൽസ് ഹസ്ബൻഡറി ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിലൊക്കെ സർവീസ് കാലഘട്ടത്തിൽ ഞാൻ ജോലി ചെയ്ത കാലത്ത്, സംഘടന നേതൃത്വം നൽകിയ കാലത്ത് പല പദ്ധതികളും അന്ന് ആലോചിച്ചത്, അന്ന് സർക്കാരിൽ നിന്നും സപ്പോർട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ, സഹായം കിട്ടാത്ത സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചില്ല. എനിക്ക് കോർപ്പറേഷനിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഈ ABC പ്രോഗ്രാമും നമ്മുടെ ഈ പ്രദേശത്തുള്ള, നമ്മുടെ നാട്ടിലുള്ള നായകളുടെ ശല്യം കൊണ്ടുണ്ടാകുന്ന പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ള അനവധി പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നുള്ള ചുമതല ഏറ്റെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ മുമ്പിലുണ്ടാകും എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട്. കഴക്കൂട്ടം റെയിൽവേ വികസന സമരത്തോടൊപ്പം തന്നെ നിരവധി ജനകീയ പോരാട്ടങ്ങളിലൂടെയാണ് ഡോക്ടർ APS നായർ പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. കഴക്കൂട്ടം താലൂക്കിന് വേണ്ടിയുള്ള സമരങ്ങളിലും കഴക്കൂട്ടം റെയിൽവേ വികസന സമരത്തിലും സജീവമായിരുന്ന ഡോക്ടർ APS നായർ കഴക്കൂട്ടം റെയിൽവേ വികസന ആക്ഷൻ കൗൺസിൽ വർക്കിംഗ് ചെയർമാൻ ആണ്. ഡൽഹിയിൽ സംഘടന ചെലുത്തിയ സമ്മർദ്ദ ഫലമായി 7 ട്രെയിനുകൾ കഴക്കൂട്ടത്ത് സ്റ്റോപ്പ് അനുവദിക്കാനായത് തനിക്ക് വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർ APS നായർ. പൊതുരംഗത്ത് സജീവമായി ഇടപെടുന്ന ഡോക്ടർ APS നായർ BJP ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ, അനിമൽ ഹസ്ബൻഡറി ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ തോട് ഏകദേശം 12 മീറ്റർ വീതിയുള്ള തെറ്റിയാർ തോടെന്നുള്ള പുരാതനമായ ഒരു തോടാണ്. ഈ കഴക്കൂട്ടം പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ മുഴുവനും കുളിക്കാനും വസ്ത്രങ്ങളൊക്കെ കഴുകാനും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതും, കൂടാതെ ഈ ഭാഗം മുഴുവനും, ഈ കാണുന്ന ഇപ്പുറത്തെ സൈഡ് മുഴുവനും വയൽ പ്രദേശമായിരുന്നു, കൃഷിഭാഗങ്ങളായിരുന്നു. അപ്പോൾ ഇതിലേക്കുള്ള ജലസേചന സൗകര്യം നൽകിയിരുന്ന ഒരു പ്രധാന സ്രോതസ്സായിരുന്നു ഈ തോട്. ഇന്ന് ഈ തോട് മലിനമായിരിക്കുന്നു. എല്ലാ ഡ്രെയിനേജുകളും ഇതിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നു. കൂടാതെ കഴക്കൂട്ടത്തുള്ള പ്രധാനപ്പെട്ട കല്യാണ മണ്ഡപങ്ങളാവട്ടെ, ഫ്ലാറ്റുകളാവട്ടെ, ഇവരെല്ലാവരും ഈ തോട് ഒഴുകുന്ന ആ ഒരു ഭാഗം കണക്കാക്കി വസ്തുക്കൾ വാങ്ങുകയും അവിടെ വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങൾ നിർമ്മിക്കുകയും ഈ വേസ്റ്റ് മുഴുവൻ ഈ തോട്ടിലേക്ക് തന്നെ ഒഴുകി വിടുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. ഈ തോട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. തോട് കണ്ടാലറിയാം, ഇപ്പോൾ ഈ തോടിന് ഏകദേശം ഒരു 5 മീറ്റർ വീതിയേ ഉള്ളൂ. ആൾക്കാർ പലരും ഇത് കയ്യേറി, 12 മീറ്റർ വീതി ഉണ്ടായിരുന്ന തോടാണിത്, കയ്യേറി ഇന്നത്തെ അവസ്ഥ ഇതാണ്. പിന്നെ ഇവിടുത്തെ റോഡുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡുകളെല്ലാം തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലറുണ്ട്, പക്ഷേ അവരുടെ ശ്രദ്ധയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ പലതുമൊക്കെ പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചൊക്കെ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഭൂരിഭാഗം പ്രശ്നങ്ങളും അവർക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ITA നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ കഴക്കൂട്ടം നിവാസികളല്ലാതെ ഇന്ത്യക്കകത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ജനങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ട്. അപ്പം അവർ വന്ന് ഇവിടെ വാസം തുടങ്ങിയോടുകൂടി കഴക്കൂട്ടത്തുള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ജീവിത പുരോഗതി ഉണ്ടാവുകയും എന്നാൽ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മാലിന്യങ്ങളും ഡ്രെയിനേജ് പ്രശ്നങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് സർക്കാർ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അതിലുപരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതായത് കോർപ്പറേഷൻ കൗൺസിലുടെയും കോർപ്പറേഷൻ അധികാരികളുടെയും ഭാഗമായിട്ടാണ് അത് ചെയ്യേണ്ടിയുള്ളത്. പക്ഷേ ഇവരാരും തന്നെ അത്തരത്തിലുള്ള ഒരു വർക്കും കഴക്കൂട്ടത്ത് നാളിതുവരെ നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ഇവിടെയെല്ലാം നടന്ന് നോക്കിക്കഴിഞ്ഞിരുന്നാൽ കാണാനായിട്ട് സാധിക്കും. കാര്യം ഇത്രയും ജനങ്ങൾ ഇവിടെ തിങ്ങി വസിക്കുന്ന ഈ സ്ഥലത്ത് ഡ്രെയിനേജ് സൗകര്യം ഒരു പ്രധാന ഘടകമാണ്. കാര്യം ഈ പാർക്കിൽ ഏകദേശം ഇപ്പോൾ 60,000-ഓളം പേര് ജോലി എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 60,000 പേര് ജോലി എടുക്കുന്നതിൽ ഏകദേശം ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ ആൾക്കാർ, ഒരു 30,000-ഓളം ആൾക്കാരും തിങ്ങി വസിക്കുന്നത് ഈ കഴക്കൂട്ടത്തിൻ്റെ ചുറ്റുപ്രദേശങ്ങളിൽ തന്നെയാണ്. ഈ വാർഡിൻ്റെ വിസ്തൃതി ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നതാണ് ഈ കഴക്കൂട്ടം വാർഡെന്ന് പറയുന്നത്.
മറ്റൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. റോഡുകളെന്ന് പറഞ്ഞിരുന്നാൽ പൊളിഞ്ഞ് കിടന്നിട്ട് വർഷങ്ങളായിട്ടും അതൊന്നും വൃത്തിയാക്കാനോ എടുക്കാനോ ഒന്നിനും അധികാരികൾ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരു റോഡ് എന്തെങ്കിലും തരത്തിൽ ഒരു അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞിരുന്നാൽ അത് പലരും രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് നടത്തി അവിടെ വലിയ സ്റ്റേജുകളൊക്കെ കെട്ടി അതെന്തോ ഒരു പുതിയ റോഡ് നിർമ്മിച്ച പ്രതീതിയിലാണ് അതിൻ്റെ പരിപാടികളും മറ്റും നടത്തുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേഡിയം നമ്മുടെ ഈ കോർപ്പറേഷൻ വാർഡിൻ്റെ ഭാഗത്തൂടെയാണ് ഒരു സ്റ്റേഡിയം നമുക്ക് വന്നിട്ടുള്ളത്, ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിന് അകത്ത് ഉണ്ടാകുന്ന മലിനജലം ആവട്ടെ, അല്ലാതെ മഴ പെയ്യുമ്പോൾ അവിടെ വരുന്ന വെള്ളമാവട്ടെ, ഇതെല്ലാം ഒഴുകിപ്പോകാൻ കണക്കിന് ആകെ അതിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു ജലസ്രോതസ് എന്ന് പറയണത്, ഒരു തോടെന്ന് പറയണത്, അതിന് ഏകദേശം 4 മീറ്ററോളം വീതി ഉണ്ടായിരുന്നു. സ്റ്റേഡിയം പണി തീർന്നതോടുകൂടി സ്റ്റേഡിയത്തിൻ്റെ അപ്രോച്ച് റോഡുകൾ വിപുലീകരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നപ്പോഴത്തേക്ക് സ്ഥലം ഏറ്റെടുക്കാതെ റോഡ് വികസിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് 4 മീറ്റർ ഉണ്ടായിരുന്ന ആ തോട് 2 മീറ്ററാക്കി ചുരുക്കി. ഇപ്പോൾ സംഭവിക്കുന്നത് മഴക്കാലത്ത് ആ സ്റ്റേഡിയത്തിനകത്ത് തിങ്ങി നിറയുന്ന ആ വെള്ളം തുറന്നു വിടുമ്പോഴത്തേക്ക് റോഡ് കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ നാടിന് നാളിതുവരെ കിട്ടേണ്ടതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം, നമ്മൾ മറ്റ് കോർപ്പറേഷൻ വാർഡുകളിലൊന്നും ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമില്ല. ഇതിന് തൊട്ടടുത്ത് ചന്തവള എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോർപ്പറേഷൻ വാർഡ് തന്നെയാണ്. പക്ഷേ അത് തികച്ചും ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെയുള്ള നാട്ടുകാർ മാത്രമേ അവിടെയുള്ളൂ. നേരെ മറിച്ച് ഈ കഴക്കൂട്ടം വാർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജീവനക്കാർ മുഴുവനും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ ഡെവലപ്മെൻറ്റ്സും ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ആർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിനകത്ത് ഇനി രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കേണ്ടതില്ല. അത് ആരെടുത്ത് ചോദിച്ചിരുന്നാലും അവരെല്ലാവരും ഒരുപോലെയായിരിക്കും ഉത്തരം പറയുന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഈ ബസ് സ്റ്റാൻഡിൽ രാവിലെ ഒരു 6 മണി മുതൽ ഇഷ്ടം പോലെ ഒരു 500 ആൾക്കാർ ഇവിടെ വരാറുണ്ട്. പക്ഷേ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് കയറി നിൽക്കാനുള്ള സ്ഥലമോ ഒരു ബസ് സ്റ്റാൻഡോ നമുക്കിവിടെ ഇല്ല. അതാണ് ഏറ്റവും പരിതാപകരം. ചപ്പും ചവറും ഇപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ റോഡിൻ്റെ പരിസരം വളരെ മലീമസമായിട്ട് കിടക്കുന്ന പരിസരമാണ് നമുക്കുള്ളത്. പിന്നെ വേറെ ഒരു പ്രധാന കാര്യം, ഈ പ്രാഥമിക കർമ്മങ്ങൾ നിറവേറ്റാനായിട്ട് ഇവിടെ യാതൊരു സൗകര്യവും ഈ കഴക്കൂട്ടത്തില്ല. ഇതൊരു വലിയ ടെക്നോ സിറ്റിയാണ്. ഈ ടെക്നോ സിറ്റിയിൽ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ സമയത്തും സഞ്ചരിക്കുന്നതാണ്. പക്ഷേ അവരിപ്പോൾ പോകുന്നത് ഏതെങ്കിലും മുടുക്കിലാണ്. മുടുക്കിലൊക്കെ ആളുകളെ കാണാനും ആളുകൾ പരിഹസിച്ചാലും സഹിക്കാൻ വയ്യാത്ത തരത്തിലെ മുടുക്കുകളിൽ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു വില്ലേജ് ഓഫീസുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ പരിസരത്ത് അതിനകത്ത് തന്നെ ഗവൺമെൻറ് സ്ഥലമുണ്ട്. അവിടെ നമുക്ക് സാനിറ്ററി സെറ്റിൽമെൻറ്റ്സ് ചെയ്യാൻ ഒരു വിഷമവുമില്ല. കംഫർട്ടബിൾ സ്റ്റേഷൻ അവിടെ ഉണ്ടാക്കിയാൽ ആളുകൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ്. പക്ഷേ ഉണ്ടാകത്തില്ല. നമ്മളെല്ലാം പല പ്രാവശ്യം ഇതിനു വേണ്ടി നിവേദനങ്ങൾ കൊടുക്കുകയോ മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നടന്നിട്ടില്ല. അതാണ് ഏറ്റവും പരിതാപകരം. ഈ സ്ഥലത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയെന്ന് പറയുന്നത്, ഇവിടെ വരുന്നവരെ ഒരു മണിക്കൂറോ മറ്റോ നിൽക്കാനിടയായി പോയാൽ അവരുടെ വിഷമിച്ചത് തന്നെ, വളരെ വിഷമിക്കും. ഇനി ഞങ്ങൾക്കൊരു മാർക്കറ്റുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത്. ആ മാർക്കറ്റ് ഒന്ന് നന്നാക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അതിൻ്റെ കൂടെ വഴി നടക്കാൻ നിർത്തിയില്ല. അത്രയും അങ്ങനെയുള്ള ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. അതിപ്പോൾ പുതുക്കി പണിയുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് തന്നെ മാസങ്ങളായി. അവിടെ ഒരു അതായത് ബയോഗ്യാസ് പ്ലാന്റ് തയ്യാറാക്കുന്നെന്ന് പറയുന്നു. പ്ലാന്റ് തയ്യാറാക്കിയില്ലയോ യാതൊരു ഇതുമില്ല. ഇപ്പോൾ കച്ചവടക്കാർ ബുദ്ധിമുട്ടുന്നു, ചെന്ന് സാധനം വാങ്ങിക്കാൻ ചെല്ലുന്നവർ ബുദ്ധിമുട്ടുന്നു. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതിയും വളരെ പരിതാപകരമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കഴക്കൂട്ടം എന്ന് കേൾക്കുമ്പോൾ ഇത്രയും പ്രമാദമായ ഒരു ടെക്നോ സിറ്റിയിൽ ഇമാതിരിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു മനുഷ്യരും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇവിടെ എം എൽ എ ഉണ്ട്, എം പി ഉണ്ട്, ഒക്കെ ഭരണകർത്താക്കളാണ്. പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ കഷ്ടതരത്തിലുള്ള ഒരു കാര്യം. ഈ റോഡുകളുടെ അവസ്ഥ ഞാൻ പറയുന്നില്ല, കാരണം കേരളത്തിലെ എല്ലാ റോഡുകളും മോശമാണ്. അതുപോലെ പരിതാപകരമാണ് ഞങ്ങളെയും റോഡ്. അതുകൊണ്ട് റോഡുകളുടെ കുറിച്ച് പ്രത്യേകം പറയുന്നില്ല. അതിപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെ ആയിപ്പോയി. സ്ഥാനാർത്ഥി ആരുമായിക്കൊള്ളട്ടെ,
പക്ഷേ തീർച്ചയായും വോട്ട് ചെയ്യാൻ പോവുക. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. വോട്ട് വിലയേറിയതാണ്. നാമെല്ലാവരും ഒരുമിച്ചിനി ഈ നാടിൻ മോചകരാകേണം. അഴിമതി ഇവിടൊരു തൊഴിലായി മാറ്റിയ മുന്നണി രണ്ടും തകരേണം. നാം ഉണരേണം, നാം ഉണരേണം. നാമെല്ലാവരും ഒരുമിച്ചിനി ഈ നാടിൻ മോചകരാകേണം. അഴിമതി ഇവിടൊരു തൊഴിലായി മാറ്റിയ മുന്നണി രണ്ടും തകരേണം. നാം ഉണരേണം. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.